നമസ്കാരം. മലയാള സിനിമയിൽ ശബ്ദം കൊണ്ടും ശരീരം കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒരു ഹാസ്യ നടനാണ് ഇന്ദ്രൻസ്. ജഗതി ശ്രീകുമാറും ഇന്നസെന്റും കഴിഞ്ഞാൽ മൂന്നാമത്തെ ഹാസ്യ നടനാണ് ഇന്ദ്രൻസ് എന്ന് പ്രേക്ഷകർ വിലയിരുത്തുന്നു. സൗന്ദര്യവും രൂപഭംഗിയും ഇല്ലെങ്കിലും സിനിമയിൽ അഭിനയിച്ച് ശ്രദ്ധേയമാകാമെന്ന് തെളിയിച്ച നടനാണ് ഇന്ദ്രൻസ്. ഹരിശ്രീ അശോകനും ഇന്ദ്രൻസും ചേർന്ന് അഭിനയിക്കുമ്പോൾ ആ ഹാസ്യ തരംഗങ്ങൾക്ക് ഒരു പ്രത്യേക രസമാണ് സൃഷ്ടിക്കുന്നത്. ഇവരുടെ കൂട്ടുകെട്ടിൽ പല സിനിമകളും വിജയിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് 1998 പുറത്തിറങ്ങിയ പഞ്ചാബി ഹൗസ് എന്ന സിനിമ. ഹാസ്യം മാത്രമല്ല, സീരിയസ് വേഷങ്ങളിലും വില്ലൻ വേഷങ്ങളിലും തൻ്റെതായ മികവ് തെളിയിച്ച നടനാണ് ഇന്ദ്രൻസ്. വില്ലൻ വേഷങ്ങളായ പൊട്ടാസ് ബോംബ്, രഹസ്യ പോലീസ് തുടങ്ങിയ സിനിമകളിലും മൺട്രോ തുരുത്ത്, കാട്ടുപൂക്കുന്ന നേരം, ഗോഡ്സെ തുടങ്ങിയ സിനിമകളിൽ സീരിയസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ പലതും വിജയിച്ചിട്ടുമുണ്ട്. അനിയൻ ബാബ ചേട്ടൻ ബാബ എന്ന സിനിമയിലൂടെയാണ് ഇന്ദ്രൻസ് വളരെ ശ്രദ്ധിക്കപ്പെടുന്നത്. അതിൽ ഇന്ദ്രൻസിന് വളരെ മനോഹരമായ ഒരു പേര് കൂടി കിട്ടിയിട്ടുണ്ട്, കൊടക്കമ്പി എന്നാണ്. അത് എന്തായാലും പ്രേക്ഷകർ ഏറ്റെടുത്തു. അതോടുകൂടി ഇന്ദ്രൻസിന്റെ സിനിമാ ജീവിതത്തിലെ ഭാഗ്യം തെളിഞ്ഞു. പിന്നീട് അങ്ങോട്ട് വെച്ചടി കയറ്റമായിരുന്നു ഇന്ദ്രൻസിന്. ദൂരദർശനിലെ കിളിവീട് എന്ന ടെലിവിഷൻ സീരിയലിൽ നിന്നും ആരംഭിച്ച അഭിനയം ഇന്നും മലയാള സിനിമയിലെ 500-ലധികം സിനിമകളിൽ ചെന്നെത്തി നിൽക്കുന്നു. ഇന്ദ്രൻസിന്റെ അഭിനയ ജീവിതത്തിൽ ഇത്രയൊക്കെ സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ഇന്ദ്രൻസിന് അഭിനയത്തിന്റെ കാര്യത്തിൽ തൃപ്തനല്ല. ഇനിയും ജീവനിട്ട കഥാപാത്രങ്ങൾ ചെയ്യണം എന്ന ആഗ്രഹത്തിലാണ് ഇന്ദ്രൻസ്. അന്യഭാഷാ സിനിമകളിൽ അഭിനയിക്കുവാൻ ധാരാളം അവസരങ്ങൾ വന്നതാണ്. എന്നാൽ ഭാഷ വശമില്ലാത്തതിനാൽ മലയാള സിനിമയിൽ തന്നെ ഒതുങ്ങിക്കൂടി. വസ്ത്ര അലങ്കാരത്തിൽ തിളങ്ങി നിന്നിരുന്ന ഇന്ദ്രൻസ് തന്റെ ഭാഗ്യം കൊണ്ടാണ് മലയാള സിനിമയിൽ ഒരു ഹാസ്യ നടനായി ശ്രദ്ധിക്കപ്പെടുന്നത്. ഇന്ദ്രൻസ് വിശ്വസിക്കുന്നത്, വീട്ടിൽ ദാരിദ്ര്യം മൂലം അമ്മാവൻ തന്നെ തയ്യൽ പഠിപ്പിക്കുവാൻ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ താൻ ഇന്നും മലയാള സിനിമയിൽ വരുവാൻ സാധ്യതയില്ലായിരുന്നു. തനിക്ക് സിനിമയിൽ നിന്നും കിട്ടിയ ഈ സൗഭാഗ്യങ്ങളെല്ലാം ലഭിക്കുവാൻ കാരണം അമ്മാവനാണ്. എന്നും മനസ്സിൽ അമ്മാവനോട് നന്ദിയും കടപ്പാടുമുണ്ടെന്ന് ഇന്ദ്രൻസ് പറയുന്നു. അതുപോലെ മലയാള സിനിമകളിൽ ജഗതി ശ്രീകുമാർ, ഭരതൻ, ഉർവശി തുടങ്ങിയ ഇന്ദ്രൻസിന്റെ അഭിനയ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവരെയും ഇന്ദ്രൻസിന് മറക്കാനാവാത്ത വ്യക്തികളാണ്. ഇന്ദ്രൻസിന്റെ സിനിമാ ജീവിതത്തിൽ തനിക്ക് അർഹിക്കുന്ന രീതിയിലുള്ള പരിഗണന കിട്ടിയിട്ടുണ്ട്. ഒരു ദേശീയ അവാർഡ്, നിരവധി സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇനിയും നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ദ്രൻസ്. സാരംഗി ന്യൂസ്.